ഘോരാദാനവാനാം നിരുപമകൃഷ്ണനാം ഭാരതീനാം ഭരിത്രീം ഓരോരോ ലീലാവതാരയിലിറങ്ങിനോട് സമാശ്വാസയന്തം നിതാന്തം ക്ഷീരാംബോധൗ ഭുജംഗാദിമശയനതലേ യോഗനിദ്രാമുദാരം നേരെ കൈക്കൊണ്ടു ലക്ഷ്മി ഉൾമുരകൊടരും പത്മനാഭം ഭജേത. പുരുഷാർത്ഥ ദുഷ്കരത്തെ സാധിപ്പാനായ കൊണ്ട അഖില ജഗദാധാരഭൂതനായി സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന സ്വാമി ഭഗവാൻ ശ്രീരാമചന്ദ്രനെ ശ്രീമദ് പാദാരവിന്ദങ്ങളെ സർവകാലവും ഹൃദയ കമല കന്യകാമശത്തികൾ മാറിവെച്ച നിശ്ചല ഭക്തിപുരകർമാമണ്ണ ഉപാസിച്ചു പറഞ്ഞ ആയത് എപ്രകാരമാകുന്നു എന്നാണെങ്കിൽ ഗുരുകാരുണ്യലക്ഷ്മി നിയോഗാൻ എങ്കിലോ വന്ന് സൂര്യവംശാലങ്കാരഭൂതനായി ദശരഥപുത്രനായിരിക്കുന്ന ശ്രീരാമചന്ദ്രന്റെ ദൂതനും ഭക്തനുമായ ശ്രീമാൻ സ്ഥിരാന്വേഷണത്തിനായി പുറപ്പെട്ട് ലങ്കാരാജധാനിയെ പ്രാപിച്ച് അശോകവനികയിൽ ശിവൃക്ഷമൂലഭാഗത്തിങ്കൽ അശോകമാനസിയായിരിക്കുന്ന സീതാദേവിയെ കണ്ട് അഭിലേഖത്തെ കൊടുത്ത് അഭയാവാക്കിനെ പറഞ്ഞ് ദേവിയാകൃതമായിരിക്കുന്ന ചൂടാരത്നത്തെ സ്വീകരിപ്പൂലം ചെയ്തു. തദനന്തരമാവട്ടെ ഏവമുക്തവതീ രാമജീവിതേ താം പ്രണാമ്യ വിഹിത പ്രദക്ഷിണ ദക്ഷിണ പരതലാവനേ മർദ്ദിതും പുരമസ പ്രചക്രമേ. രാമജീവിതേ ഏവമുക്തവതി, രാമജീവിതം ഇപ്രകാരം മുക്തവതിയായിരിക്കുന്ന സമയത്തിൽ സീതാദേവി ശ്രീഹനുമാനോടായി കൊണ്ട് പറഞ്ഞു, അല്ലയോ ശ്രീഹനുമാൻ, അങ്ങ് ഈ ചൂടാരത്നത്തെ ആര്യപുത്രന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിച്ച് ഞാനിവിടെ സുഖത്തോടെ വസ്തുവായിരിക്കണം, ഭവാൻ മംഗളം ഭവിക്കട്ടെ എന്നിങ്ങനെ പ്രാകാരം പറഞ്ഞതിന് ശേഷം പരബലാമർദ്ദനത്തിങ്കൽ ശത്രുക്കളെ ജയിക്കുന്നതിന് സമർത്ഥനായ ഹനുമാൻ സീതാദേവിയെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച ശേഷം പുരത്തെ മർദ്ദിപ്പാനായി കൊണ്ടുകൊണ്ട് പുറപ്പെട്ടു. പിന്നെ എന്താണ് ഹനുമാൻ ചെയ്തതെന്നാണെങ്കിൽ തതഃ കൃതകൃത്യോ വിനിർഗത്യ നിശാഗമനം നിശാചരവധേ പ്രകാശയിതും അശോകവനികാം പ്രപഞ്ച പ്രപഞ്ചനാത്മജ. അനന്തരം ആ പ്രപഞ്ചനാത്മജനായ ഹനുമാൻ കൃതാർത്ഥൻ എന്ന പോലെ പുറപ്പെട്ടിട്ടാണല്ലോ ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയത്. എന്താണ് ഈ കൃതാർത്ഥൻ എന്നാണെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെയുള്ളവരെയാണ് ഈ കൃതാർത്ഥൻ എന്ന് വിളിക്കുകയാണെങ്കിൽ അവനവന് ചെയ്യാനുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ഭംഗിയായിട്ട് ചെയ്യാം. അങ്ങനെ ആൾക്കാരെയാണ് ഈ കൃതാർത്ഥര് എന്ന് വിളിക്കാറ്. ഹനുമാൻ ദേവിയെ കാണാനായിട്ടാണല്ലോ ഇത് വന്നത്. കാണേണ്ടയാളെ കണ്ടു, പറയേണ്ടതൊക്കെ പറഞ്ഞു, കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു, വാങ്ങേണ്ടതൊക്കെ വാങ്ങി. ഇങ്ങനെ കൃതാർത്ഥനായി. എന്താണ് ഈ കൃതാർത്ഥനാണെങ്കിൽ ഈ ചുടാരത്നത്തെ ആര്യപുത്രന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിച്ചാലേ തന്റെ ദൗത്യം പൂർണ്ണമാവും, താൻ കൃതാർത്ഥനാവും. ഇങ്ങനെ നിരീക്ഷകത്ത് പുറപ്പെട്ടു. പിന്നെ എന്താണ് ഹനുമാൻ ചെയ്തത് എന്നാണെങ്കിൽ അശോകവനികാം ഭഞ്ജ, അശോകവനികയെ ഭഞ്ജിച്ചു. എന്തിനാ അശോകവനികയെ ഭഞ്ജിക്കുന്നത്? നിജാഗമനം നിജാചരപതിക്ക് പ്രകാശിപ്പാനാണ് അശോകവനികയെ ഭഞ്ജിക്കുന്നത്. താനിവിടെ വന്ന കാര്യപ്പാട് ചെയ്യാം. സമയമോ രാത്രി, എല്ലാവരും നന്നെ ഉറക്കത്തില്ല. അറിയാന്നിട്ട് തിരികെ വയ്ക്കാം. പ്രഭാതമാകുമ്പോ തന്റെ കാൽപ്പാടുകൾ അവിടെ ഇവിടെയൊക്കെ കാണും. അപ്പൊ അവിടെ ഒരു സംഭാഷണം ഉണ്ടാവും. തന്നെ തന്നെ ഇതെന്താണെന്ന് നോക്കാം. നോക്കി നന്നേ വലിപ്പം തോന്നുന്നുണ്ടല്ലോ. ഇതൊരാനയല്ല ഉറപ്പാക്കി. എന്നാ കുതിരിക്കും. ഇങ്ങനെ വസ്തു പറയാതിരിക്കാനോ? കുതിരേനെ ഇങ്ങനെ ഉണ്ടാവോ? മനസ്സില അജ്ഞാത ജീവികളൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ. എന്നാ അവരുടെ ചെയ്യും. ചോര കുടിക്കണ വഴിയാണേ, സൂക്ഷിക്കണം. എന്നാ നമുക്കൊരു വൃദ്ധനോട് ചോദിക്കാമെന്നിരിച്ച വൃദ്ധനോട് ചോദിക്കുന്ന സമയത്തെങ്കിൽ ഇതൊരു ജടാമൃഗത്തിന്റെ കാൽപ്പാടുകളാണെന്ന് ബോധ്യം. ഇതേ സീതേന്റെ അവനും കാട്ടിലുള്ള ബന്ധം കൂടി വന്നതാവും. പകൽ വരുന്നത് അത്ര വണ്ടിയല്ലെന്ന് അവന് നന്നേ അറിയാം. അതാണ് അവൻ രാത്രി പോകുന്നത്. ഇങ്ങനെയുള്ള ഒരു അപഖ്യാതി കേട്ടില്ലാന്നിരിച്ച് താൻ തന്നെ തന്റെ പരവ് ദാക്ഷണത്തെ അറിയിക്കാന്നിരിച്ച് ആ വിഘ്നേശ്വരനെ മകൻ കൊണ്ട് ഹനുമാൻ ഉദ്യാനത്തിലേക്ക് കടന്ന് ക്ഷണനേരം കൊണ്ട് ഉദ്യാനമായ തല്ലിച്ചടച്ചുകൊണ്ട് പ്രപഞ്ചനാത്മജനായ ഹനുമാൻ വിചാരിച്ചു, എന്താപ്പത് ഇവിടെ ചോദിക്കാനായില്ലേ? ഇവിടുത്തെ മറ്റും ഭാവമൊക്കെ കണ്ടിട്ട് ചുമതലക്കാരെന്നുള്ളതായിട്ട് തോന്നണില്ല. ഉള്ളവരൊക്കെയാണെങ്കിൽ നന്ന ഉറക്കത്തില്ല. അവരെ ഉണർത്താനെന്താ വഴി നിരീക്ഷിക്കണ സമയം. ഒരുവിന് താടിയുണ്ട്, മുടിയല്ലോ.
മറ്റൊരു മുടിയുണ്ട് എന്നാ പാടില്ല. അവരുടെ നാട്ടിൽ രണ്ടുമില്ല. എന്നാ നാലുണ്ട്. അവരും തെക്കുവടക്ക് വിശക്കാരനാണല്ലോ. ഹനുമാൻ അവരുടെ മിശയും കേശവും മിശയും നാലെല്ലാം കൂട്ടിയങ്ങിട്ട് കെട്ടിയിട്ട് ഒരുവന്റെ ചെവിയിൽ ഒരു ഭീകര മതങ്ങൾ പുറപ്പെടുവിച്ചു. തലക്ഷണം ഞെട്ടി ഉണർന്ന രാക്ഷസന്മാർ എന്റെ താടി കൊള്ളോ എന്റെ ദിശ കൊള്ളോ എന്നിങ്ങനെ നിലവിളിച്ചുകൊണ്ട് അവരായുധങ്ങളൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയം ധാരാപ്പം ഇങ്ങനെ ചെയ്യാൻ ഇതെന്താപ്പം ഇങ്ങനെ ചെയ്യാൻ കാരണം നിരീക്ഷിക്കണം നിൽക്കുന്ന സമയം അതാ നിൽക്കുന്നൊരു വാനരൻ. ഈ കൊരങ്ങൻ കാണിച്ച പണിയാതെ അവനങ്ങട്ട് കട്ടിക്കളയാൻ നിരീക്ഷിച്ച് ഒട്ടിയെത്തിക്കുന്ന സമയം തക്ഷണം അവസരം പാർത്തിരുന്ന ഹനുമാൻ ആ വൃക്ഷങ്ങളെടുത്ത് അതിന്റെ ശിഖരങ്ങളൊക്കെ ഒഴിച്ചു കളഞ്ഞിട്ട് പ്രഹരിക്കും സമയം ജീവൻ തിരികെ കിട്ടിയ ഏതാനും ഉദ്യാനപാലകർ ആ രാക്ഷസചക്രവർത്തിയായ രാവണനെ വിവരമറിയിച്ചതിൻ പ്രകാരം രാവണ നിർദ്ദേശം ഹേതുവായിട്ട് വന്ന പഞ്ചസേനാധിപതികളിലെ ആ തോരണത്തിലിരുന്ന പരിഗമനങ്ങൾ തട്ടുവേലയും നിഗ്രഹിച്ച് രാമദൂതോഹം രാമദൂതോഹം എന്നിങ്ങനെ ഉദ്ഘോഷിക്കുന്ന സമയത്തിൽ ആ ശ്രീഹനുമാനെ ബന്ധിപ്പാനായിക്കൊണ്ട് രാക്ഷസ ചക്രവർത്തിയായ രാവണന്റെ നിർദ്ദേശപ്രകാരം ഇറങ്ങിപ്പിടിക്കപ്പെട്ട തത്വനായ അക്ഷകുമാരൻ നിർഗത്യാംബുരാദശാസ്യതനയ കൃഷ്ണോന്തരീക്ഷേജൻ ആധാരേണ വനരപതിം സംവർണപുംഖാൻശര തം ദൃഷ്ട്വാക്ഷകുമാരം ഗ്രീയുഗലേഖം ഗൃഹീത്വം വരെ ക്ഷിപത്യ ഭൂമി തലേ നിഹത്യ ഹനുമാൻ അതിശ്രയത്തോരണം. ആ ദശാസ്യതനാകട്ടെ അത്യധികം കോപത്തോടുകൂടി ആ രാജധാനിയിൽ നിന്നങ്ങോട്ട് പുറപ്പെട്ട ആകാശമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നതിനായിട്ട് ഹനുമാൻ നേരെ ഒന്നിനു പിന്നാലെ ഒന്നായി ഇതിന്റെ വിരാഗ ശരങ്ങളിലേക്ക് വർഷിച്ചു. ആ ശരവദനത്തിങ്കൽ ഹനുമാനൊട്ടും ഭയണ്ടായില്ല എന്ന് മാത്രമല്ല ധാരാപ്പം ഇങ്ങനെ ശരങ്ങളെ തന്റെ ദേഹത്തേക്ക് വിടാൻ നീങ്ങി നിരീക്ഷിക്കുന്ന സമയം അതാ നിൽക്കണു അക്ഷകുമാരൻ. ഹനുമാൻ അന്തരീക്ഷത്തിലേക്ക് ചാട്ടിയെങ്കിൽ ചെന്നിട്ട് തേരുമ പിടിച്ചൊരു വരി, പിന്നെ ഒരു ഒടി, പിന്നെ ഒരു കടി, പിന്നെ ഒരു ഇടി, തെരുതവിടെ പൊടി, കക്ഷത്തിങ്കൽ വെച്ച് കിട്ടി, ഭൂമരത്തിങ്കൽ വിട്ട് കടി. കണ്ടുനിന്ന രാക്ഷസന്മാരെ കൂടി അങ്ങനെ അക്ഷകുമാരനെ ഭൂമിയിലടിച്ചു കൊണ്ടിട്ട് ഹനുമാൻ തോരണത്തെ പ്രാപിച്ചു. ഹനുമാൻ തോരണത്തെ പ്രാപിച്ച വിവരം രാക്ഷസന്മാരാൽ അറിയിക്കപ്പെട്ടതിന് പ്രകാരം രാവണ നിർദ്ദേശം ഹേതുവായിട്ട് വന്ന തത്വനായ ഇന്ദ്രജിത്തുമായിട്ടുള്ള യുദ്ധത്തിൽ മോഹാസ്ത്രത്താൽ മോഹിതനാക്കപ്പെട്ട ഹനുമാൻ രാജധാനിയിലെത്തി രാവണനോട് എപ്രകാരമാണോ വിമുക്തനായി ലങ്കാനഗരം ദൃഷ്ടിച്ച് സമുദ്രം വടക്കോട്ട് ചാടിക്കടന്ന് വാനരപക്ഷം ചേർന്നാൽ ശ്രീരാമതിനിലേക്ക് സീതാന്വേഷണം വൃത്താന്തം അറിയിച്ച സമയത്തിങ്കൽ ഹനുമാനിൽ പാത്രീഭൂതനായത് അപ്രകാരമായിരിക്കുന്ന ശ്രീരാമചന്ദ്രസ്വാമികൾ ഭഗവാന്മാരെയും എനിക്കും അവപ്പോഴുണ്ടാകുന്ന ദുരിതദുഃഖങ്ങളെ നിവാരണം ചെയ്ത് സർവമംഗളങ്ങളും അവർ അയവ് ചെയ്യുമാറാകട്ടെ. അമരീകവരീ ഭ്രമരീ മുഖരീകൃതം ദുരീകരോതി ദുരിതം ദൂരീകരണമഗ്നജം.